nesting of functions and recursion of C ആണ് എൻ്റെ ടോപ്പിക്ക്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനിഷനാണ്. ഡിഫോൾട്ട് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എന്താണ്, ഒരു സി പ്രോഗ്രാം ഇസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്, ടോപ്പ് ടു ഡൗൺ ആണ്. അപ്പോൾ ഒരു സി പ്രോഗ്രാം എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഇൻറ്റ് മെയിനോ അല്ലെങ്കിൽ വോയിഡ് മെയിൻ തൊട്ടാണ് നമ്മളൊരു സി പ്രോഗ്രാം തുടങ്ങുക. അപ്പോൾ അത് എങ്ങനെ, അത് സീക്വൻസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ഹിയർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടഡ് എന്താണ്, ഓൺലി വൺസ് ആണ്, ഒറ്റ പ്രാവശ്യം ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. But sometimes we use decision-making conditions for execution of only a part of program, or sometimes a group of instructions need to be executed repeatedly ആണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് കണ്ടീഷനും വേണം. എന്നൊരു പാർട്ട് ഓഫ് എ പ്രോഗ്രാം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെങ്കിൽ നൈദർ ട്രൂ ഓർ ഫോൾസ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ലൂപ്പിംഗ് നടത്തണം. ലൂപ്പിംഗ് റിപ്പീറ്റഡ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരുപാട് തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക, അത് നമുക്ക് വേണേൽ നടത്താം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയാണ് നമുക്കത് യൂസ്ഫുൾ ആകാൻ പറ്റുക. അപ്പോൾ ഈ ഓൾ ഓഫ് ദീസ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി ആണ്. ദർ ആർ 3 types ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി ആണ്. Branching and selection statements or conditional statements such as if and switch. Iteration or loop statements such as while, for and do while ഉണ്ട്. Jump statements like break, continue, go to and return ആണ്. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രാഞ്ചിങ് ആൻഡ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് if and switch ആണ്. ബ്രാഞ്ചിങ് ആൻഡ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുക. അപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് കേർലി ബ്രാക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഓരോ കണ്ടീഷൻസ് വെക്കും, അത് ട്രൂ ആണോ ഫോൾസ് ആണോ അത് അനുസരിച്ചായിരിക്കും അത് പ്രിൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഇഫ് ആൻഡ് സ്വിച്ച് ആണ്. പിന്നെ ഐട്രേഷൻ ഓർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ അത് ലൂപ്പിംഗ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ലൂപ്പിംഗ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് വൈൽ, ഫോർ ആൻഡ് ഡു വൈൽ ആണ്. പിന്നെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ എന്നാണ്. നമ്മളതിനെ എന്താണ് ജമ്പ് എന്ന് പറയുന്നത്, നമ്മളതിനോട്ട് എന്താണ് ഒരു സ്റ്റെപ്പിലോട്ട് മറ്റേ സ്റ്റെപ്പിലോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല, അപ്പോൾ ജമ്പ് ചെയ്യും. അതാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു ആൻഡ് റിട്ടേൺ ആണ്. ഇനി സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനേഷൻ എന്താണ്? Selection statements select a group of statements from several available groups depending on the outcome of a logical test ആണ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് സെലക്ട് ചെയ്യും ഫ്രം എന്താണ് സെവറൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, സെവറൽ അവൈലബിൾ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം അനുസരിച്ചായിരിക്കും അതിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് ഔട്ട്കം എന്താണ്, ഒരു ലോജിക്കൽ ടെസ്റ്റ് വഴിയാണ് നമ്മൾ അതിൻ്റെ ഔട്ട്കം പ്രൂവ് ചെയ്യുന്നത്. സി എന്താണ്, സപ്പോസ് 2 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് എന്ന് പറയുന്നത് ഇഫ് ആൻഡ് സ്വിച്ച് ആണ്. ദ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യൂസ് ടു ക്യാരി ഔട്ട് എ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം സെവറൽ അവൈലബിൾ ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് എ ലോജിക്കൽ ടെസ്റ്റ് ആണ്. നമ്മളൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫ്രം സെവറൽ അവൈലബിൾ ഗ്രൂപ്പ്സ്. നമ്മളൊരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യും. അത് എവിടെ നിന്നാണ്, നമ്മളൊരു അവൈലബിൾ ഗ്രൂപ്പ്സ് എന്ന്, സെവറൽ അവൈലബിൾ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഒരു കോഡിങ് ബ്ലോക്സ് ഓഫ് കോഡ് എന്നത് നമ്മളത് സെലക്ട് ചെയ്യും. അതിൻ്റെ ഔട്ട്കം എന്താണ്, ഒരു ലോജിക്കൽ ടെസ്റ്റാണ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, 3 types ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ലാഡർ ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെറും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് കണ്ടീഷനും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. The statement is executed എന്താണ്, when condition is true. If the statement body consists of several statements, then better to use pair of curly brackets. Here in case condition is false and compiler skips the line within the block. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്, ഫോൾസ് ആയാൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പം എന്താണ്, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബോഡി കൺസിസ്റ്റ് ഓഫ് സെവറൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ആ സെവറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു കേർലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫോൾസ് ആണെങ്കിൽ അതെന്താണ്, കമ്പൈലർ അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഓഫ് ഡി ഇസ് ഗ്രേറ്റസ്റ്റ് ആണ്. എക്സ് ആണ് ഗ്രേറ്റസ്റ്റ്. ഇഫ് പി ഇസ് ഗ്രേറ്റർ ദാൻ 0, പ്രിൻ്റ് എഫ് ഓവർ ഡ്യൂ ക്രെഡിറ്റ് ഈക്വൽ ടു 0. 2 എക്സാമ്പിൾസ് ആണ്. പിന്നെ ഫ്ലോ ചാർട്ടിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പം ഇഫ് കണ്ടീഷൻ
ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കാണ്. അത് ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാമായിട്ട് നമുക്കൊരു എക്സാമ്പിളാണ് നമ്മൾ തരിക. ഇപ്പോൾ നമുക്ക് വോയിഡ് മെയിൻ ഉണ്ട്. അപ്പം ഇൻറ്റ് n ഉണ്ട്. പ്രിൻറ്റ് എഫ് എൻ്റർ എ നമ്പർ, നമുക്കൊരു 12 നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്പർ നമുക്ക് 12 ആക്കി എടുക്കാം. അപ്പോൾ സ്കാനർ പെർസെൻറ്റേജ് ഓഫ് d ആൻഡ് n ആണ്. അപ്പം ഇഫ് n ഇസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 12 എന്തായാലും 10നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് എഫ് എന്തായിരിക്കും വരിക? 12 ഇസ് ഗ്രേറ്റർ ആയിട്ടാണ് വരിക. ഇനി അടുത്തത് എന്താണ്? ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. It is a bidirectional conditional control statements that contains one condition and two possible actions ആണ്. ഒരു ബൈഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെന്താണ്? ഒരു കണ്ടീഷൻ ഉണ്ടാവും, പക്ഷേ 2 പോസിബിൾ ആക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ്പ്രഷൻ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. അപ്പോൾ ഇഫ് ദ എക്സ്പ്രഷൻ ആസ് നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1 വിൽ ബി എക്സിക്യൂട്ടഡ് ആണ്. ഒരു നോൺ സീറോ വാല്യൂ ആണെങ്കിൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതർവൈസ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഹിയർ സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ക്യാൻ ബി ഐദർ സിമ്പിൾ അല്ലെങ്കിൽ കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേറ്റ്മെൻറ്റ്സ് അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളതായിരിക്കും കമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഒരു വോയിഡ് മെയിൻ പ്രിൻറ്റ് എഫ് എൻ്റർ എ നമ്പർ സ്കാനർ പെർസെൻറ്റേജ് ഓഫ് d ആൻഡ് n. If n percentage 2 is equal to 0, printf even number else printf odd number, close the curly brackets. അപ്പോൾ ഇതെന്ന് വെച്ചാൽ printf എൻ്റർ എ നമ്പർ, ഒരു നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു നമ്പർ ചെയ്തിട്ട് 121 ആണ്. അപ്പോൾ നമ്മൾ സ്കാനഫ് ചെയ്യുമ്പോൾ എന്താണ്? സ്കാനഫ് അതിന് നമ്മൾ സ്കാൻ ചെയ്യും. അപ്പം അതിൻ്റെ ഇഫ് നമ്മളൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. ഇഫ് n percentage 2 is equal to 0 എന്ന് പറയുമ്പം അത് നമ്മൾ ഈവൺ നമ്പറിനാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കറക്റ്റ് ആയാൽ അത് ഈവൺ നമ്പർ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് 121 എന്ന് പറയുമ്പോൾ ഈവൺ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. പക്ഷേ ഇഫ് എൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇഫ് എൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇപ്പം ഈവൺ നമ്പർ അല്ലെങ്കിലും അത് നമ്മൾ പ്രിൻ്റ് ഓഫ് ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കണം. കാരണം എൽസ് എന്ന് പറഞ്ഞാൽ അതുണ്ട് ഇഫ് എൽസ് ആയതുകൊണ്ട്. അപ്പോൾ എൽസ് പ്രിൻ്റ് ഓഫ് ഈവൺ നമ്പർ കഴിഞ്ഞ് എൽസ് കൊടുത്താൽ നമ്മൾ പ്രിൻ്റ് ഓഫ് ഓഡ് നമ്പറാണ്. പക്ഷേ ശരിക്കും 121 ഓഡ് നമ്പറാണ്. പക്ഷേ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്? 121 ആണ്. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് ലാഡർ ആണ്. വെൻ ദർ ആർ അനദർ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇഫ് ബ്ലോക്ക് ഓർ എൽസ് ബ്ലോക്ക് ദെൻ ഇറ്റ് ഇസ് കോളിംഗ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ദർ ആർ അനദർ ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അനദർ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ബ്ലോക്ക് ഓർ എൽസ് ബ്ലോക്ക്. ഇഫ് ബ്ലോക്കിലും എൽസ് ബ്ലോക്കിലും ഒരു ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് വെച്ചാൽ ഇഫ് കണ്ടീഷൻ curly brackets ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 അത് ക്ലോസ് ചെയ്യുക. എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് ദ ലോങ്ങസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് ആണ്. ഇപ്പോൾ ഇൻറ്റ് മെയിൻ പിന്നെ curly brackets ഇൻറ്റ് എ ബി സി പ്രിൻറ്റ് എഫ് എൻ്റർ എനി 3 വാല്യൂസ്. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കാം. അപ്പോൾ സ്കാനഫ് എന്താണ്? പെർസെൻറ്റേജ് ഡി കോമ ആൻഡ് എ കോമ ആൻഡ് ബി കോമ ആൻഡ് സി ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ്. അടുത്ത എന്താണ്? ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി, അപ്പോൾ curly brackets ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ സി. അത് കഴിഞ്ഞ് curly bracket പ്രിൻറ്റ് എഫ് എ ഇസ് ഗ്രേറ്റസ്റ്റ്. 2 കണ്ടീഷൻ ഉണ്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ അല്ലെങ്കിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ. കാരണം 3 നമ്പേഴ്സ് ഉണ്ട് എ ബി സി. എ ബിനെക്കാട്ടി ഗ്രേറ്റർ ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. എ സിനെക്കാട്ടി ഗ്രേറ്റർ ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്? എ എന്താണ് ഗ്രേറ്റസ്റ്റ് നമുക്ക് ഇടാം, പ്രിൻ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എൽസ് മറ്റേ പ്രിൻ്റ് ഓഫ് അത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് എൽസ് എന്താണ്? curly brackets ഓപ്പൺ ചെയ്യുക. പ്രിൻറ്റ് എഫ് സി ഈസ് ഗ്രേറ്റസ്റ്റ്. സി ആണ് ഗ്രേറ്റസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുക. കാരണം ഇത് അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. എൽസ് ഇഫ് ബി ഇസ് ഗ്രേറ്റർ ദാൻ സി പ്രിൻറ്റ് ബി ഇസ് ഗ്രേറ്റസ്റ്റ്. അത് കഴിഞ്ഞാൽ എൽസ് പ്രിൻറ്റ് എഫ് സി ഇസ് ഗ്രേറ്റസ്റ്റ്. അത് കഴിഞ്ഞാൽ റിട്ടേൺ 0 ആണ്. ഇനി ഫ്ലോ ചാർട്ട് ഓഫ് നെസ്റ്റഡ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ
ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ എന്താണ്, ടെസ്റ്റ് കണ്ടീഷൻ 2നെയാണ് എന്താണ് ചെക്ക് ചെയ്യും. അത് 2 കണ്ടീഷൻ, ടെസ്റ്റ് കണ്ടീഷൻ 1 ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ടെസ്റ്റ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്തിട്ട് അതും ട്രൂ ആണെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടില്ല എ ഗ്രേറ്റർ ദാൻ ബി, അത് കഴിഞ്ഞ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എ ആണ് ഗ്രേറ്റസ്റ്റ് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എന്താണ് ടെസ്റ്റ് കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുമ്പം സി ആണ്, സി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ടെസ്റ്റ് കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താണ് അടുത്തത് എന്താണ് ഇഫ് എൽസ് ലാഡർ ആണ്. ഇഫ് എൽസ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സി പ്രോഗ്രാം ലാംഗ്വേജ് ഇസ് യൂസ് ടു ടെസ്റ്റ് ടു സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഇൻ സീക്വൻസ് ആണ്. അപ്പം എന്താണ് ഒരു ഇഫ് എൽസ് ലാഡർ നമുക്ക് സിൻടാക്സ് ഉണ്ട്. ഇഫ് കണ്ടീഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് 1, എൽസ് ഇഫ് കണ്ടീഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 2, എൽസ് ഇഫ് കണ്ടീഷൻ 3 സ്റ്റേറ്റ്മെൻറ്റ് 3, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 4 ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഒരു സീക്വൻഷ്യൽ ഓർഡറാണ് ഇഫ് എൽസ് ലാഡർ എന്ന് പറയുന്നത്. അപ്പം ആൻഡ് ഇഫ് കണ്ടീഷൻ ഇസ് ടെസ്റ്റഡ് ഓൺലി വെൻ ഓൾ പ്രീവിയസ് ഇഫ് കണ്ടീഷൻ ഇൻ ഇഫ് എൽസ് ലാഡേഴ്സ് ഫോൾസ് ആണ്. അപ്പോൾ ഇഫ് കണ്ടീഷൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക, ഇഫിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, കാരണം ഇഫ് എൽസ് ലാഡറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഫോൾസ് ആയാലും അത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് എനി ഓഫ് ദ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ ദെൻ ഇഫ് വിൽ എക്സിക്യൂട്ട്സ് എ കറസ്പോണ്ടിങ് കോഡ് ബ്ലോക്ക് ആൻഡ് എക്സിക്യൂട്ട്സ് ഇഫ് എൽസ് ലാഡറാണ്. ഇപ്പോൾ ഇഫ് എൽസ് ലാഡറിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫ്ലോ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 2 ആണ് നോക്കുക. കണ്ടീഷൻ 2 ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ 2 എന്താണ് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ എന്നിലോട്ട് പോകും ഒരു n ടൈംസ്. അപ്പോൾ അത് കണ്ടീഷൻ n ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് n ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ n ഫോൾസ് ആണെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നിൽക്കും. ഓക്കെ, ഇനി അടുത്ത ഇഫ് എൽസ് ലാഡറിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇൻറ്റ് മെയിൻ ഇൻറ്റ് മാർക്സ് പ്രിൻ്റ് ഓഫ് എൻ്റർ യുവർ മാർക്സ് ബിറ്റ്വീൻ 0 to 100 ആണ്. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഡി മാർക്സ് ഇഫ് മാർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 പ്രിൻ്റ് യുവർ ഗ്രേഡ് എ. അപ്പം ഈ മാർക്സിൻ്റെ ആണ്. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90യോ അല്ലെങ്കിൽ 90യുടെ മുകളിലാണ് നമുക്ക് എ ഗ്രേഡാണ്, നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്യുക. എൽസ് ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആൻഡ് മാർക്സ് ലെസ് ദാൻ 90 ആകുമ്പോൾ എന്താണ് പ്രിൻ്റ് ഓഫ് യുവർ ഗ്രേഡ് ബി ആണ്. എൽസ് ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആൻഡ് മാർക്സ് ലെസ് ദാൻ 70 ആകുമ്പോൾ എന്താണ് പ്രിൻ്റ് ഓഫ് യുവർ ഗ്രേഡ് സി ആണ്. എൽസ് പ്രിൻ്റ് ഓഫ് യുവർ ഗ്രേഡ് ഫീൽഡ് ആണ്. അപ്പം എൽസ് എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇതെന്ന് പറയുമ്പം എന്താണ് ഏതെങ്കിലും ഒരു ഇപ്പോൾ യുവർ ഗ്രേഡ് ഫെയിൽഡ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും.